ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വിശേഷത്തിലേക്ക് കടക്കാണ്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ശിവശങ്കര മേനോനെയാണ്. അങ്ങനെ ശിവശങ്കര മേനോൻ നമ്മുടെ ഹരിക്ക് ജാമ്യം എടുക്കാനായിട്ട് കോടതി വളപ്പിലാണുള്ളത്. അപ്പൊ കോടതി വളപ്പിലേക്ക് നമ്മുടെ വക്കീല് വന്നു കാര്യം പറയുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശിവശങ്കര മേനോൻ അത്രയ്ക്ക് ദഹിക്കുന്ന പരിപാടിയല്ല. ഇന്ന് ജാമ്യം കിട്ടും, നാളെ ജാമ്യം കിട്ടുമെന്ന് ഓർത്തിരുന്ന നമ്മുടെ ശിവശങ്കര മേനോന് ഇന്നും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇന്നും ജാമ്യം കിട്ടുന്നില്ല കേട്ടോ, നമ്മുടെ ഹരിക്ക് ജാമ്യം കിട്ടുന്നില്ല. അങ്ങനെ വക്കീൽ വന്നിട്ട് മുട്ട തട്ട ന്യായമൊക്കെ പറഞ്ഞുകൊണ്ട് മാറിപ്പോവാണ്. എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, ഇതിനാണോ താൻ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? ഇതിനാണെങ്കിൽ താൻ എന്നെ ഫോണിൽ കൂടെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നോ? ഇതിനെന്നെ ഇവിടെ വരെ വിളിച്ചു വരുന്നത് വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, അതെ, എന്റെ ഭാര്യ വീട്ടിൽ നിന്നാണല്ലോ ഗസ്റ്റ് വരുന്നത്. ഓ, ഞാൻ ചെന്നില്ലെങ്കിൽ പിന്നെ അത് മതി എന്റെ പൊന്ന് സാറേ, പിന്നെ എനിക്ക് സമാധാനം തരത്തില്ല അവള്. താൻ ഇനി കൂടുതൽ എന്നോട് സംസാരിക്കാൻ നിൽക്കരുത്. അത് പിന്നെ സാറ് ഓഫീസിൽ ഇരുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ദേ, ഏതവനാ എപ്പോഴാ നമ്മൾ സംസാരിക്കുന്നത് ഓഡിയോ എടുത്ത് വെക്കുന്നതെന്ന് പറയാനും പറ്റത്തില്ല. നമ്മുടെ ജൂനിയർ പിള്ളേരെ പോലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല. അതാ ഞാൻ ഫോൺ വിളിക്കാത്തത്. അല്ല, സബ് ജയിലിൽ പോയി ചെറുക്കനെ കണ്ടായിരുന്നോ? ദേ, കണ്ടിട്ട് തന്നെയാണോ തൻ്റെ അടുത്തേക്ക് ഇറങ്ങിയത്? അല്ല, എന്നിട്ട് വല്ലതും സംസാരിച്ചോ? സംസാരിച്ചു. അവന്റെ കാര്യം കഷ്ടമാണെന്ന്. നമ്മള് വാർഡന് പൈസ ഒന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അവന്റെ പറച്ചിലൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എല്ലാം. ജാമ്യത്തിൽ ഇറക്കാൻ എന്താടോ ഒരു വഴി? ഇനിയിപ്പൊ അവൻ മാത്രമല്ലേ ഉള്ളൂ? ഇല്ല, അടുത്ത ഹിയറിങ്ങിനെങ്കിലും ജാമ്യം കിട്ടുമോ? അത് പിന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാർ പോസ്പോ എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുക്കനെ ഇറക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ലാതെ ബുദ്ധിമുട്ടാണെന്നേ. അവരതിനകത്ത് മാറ്റം വരുത്താതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ പെണ്ണിന്റെ അച്ഛനെ കണ്ട് സംസാരിച്ചാല് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? സംസാരിച്ചായിരുന്നോ? അത് പിന്നെ കണ്ണിച്ചോര ഉള്ളതാന്നൊക്കെ തോന്നി. അയാളും ഒരു അച്ഛനായതുകൊണ്ട് എന്റെ വിഷമമൊക്കെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അല്ല, അവരുടെ കയ്യിലാണ് എന്റെ പൊന്നു താറയ ഹരിയുടെ കാര്യം നടക്കും. എന്തായാലും ഒരു പരസ്പര ധാരണയോടെ അല്ലേ നിങ്ങൾ രണ്ടുപേരും വന്ന് പിരിഞ്ഞത്. അതൊക്കെ അതേന്ന്. എന്നാലും വ്യക്തമായിട്ട് അയാൾ എനിക്കൊരു ഉത്തരം തന്നിട്ടില്ല. പിന്നെ ഞാൻ അയാളെ വിളിച്ചിട്ടുമില്ല. വിളിച്ച് നമ്മൾ നിർബന്ധിച്ചു കഴിഞ്ഞാല് ഇനിയിപ്പോ എന്തെങ്കിലും അനിഷ്ടം തോന്നിയാലോ എന്ന് ഓർത്തിട്ടാ. എന്തായാലും നമുക്ക് നോക്കാം സാറേ. ഈ തവണ നമുക്ക് ജാമ്യം കിട്ടും. ഈ പ്രാവശ്യത്തെ വീട് നമുക്ക് ഇനി നോക്കാം. ഇത് തന്നെയല്ലേ എല്ലാ തവണയും പറയുന്നത്. അവന്റെ മുമ്പിൽ ചെല്ലുമ്പോ എന്താ പറയാ, നമ്മൾ അവന് വേണ്ടി ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഓർത്ത് അവന്റെ ആ ഒരു നോട്ടം ഉണ്ടല്ലോ, ഞാൻ ഇങ്ങ് വല്ലാണ്ടായി പോവാ. സാറേ, ഇമോഷണൽ ആവാതെ. ഈ തവണയുണ്ടല്ലോ ഞാൻ ജാമ്യം എടുത്തിരിക്കും, ഇല്ലെങ്കിൽ എന്റെ വക്കീൽ പണി നിർത്തും. അല്ല, ഈ പണി അല്ലാതെ തനിക്ക് വേറെ വല്ല പണിയും അറിയാമോ? അല്ല, അതല്ല. എന്നാ പിന്നെ അറിയാവുന്ന പണി കളയണ്ട. താൻ തന്റെ മാക്സിമം ശ്രമിക്ക്. ഏതായാലും ഞാന് പോവാ. ഇനി താൻ വരുമ്പോ വാ. താന് ഇനിയിപ്പൊ ഭാര്യനെ പേടിച്ചിട്ട് ഇവിടെ നിൽക്കണ്ട എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മനു നേരെ ശിവശങ്കര മേനോ വിളിക്കുകയാണ്. അപ്പൊ മനു ചോദിക്കല്ല, നീ എവിടെയാ? അല്ല, മനു അല്ല, മനു ചോദിക്കാണ്, അച്ഛൻ എവിടെയാ? അത് പിന്നെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് വല്യച്ഛൻ എന്നെ വിളിച്ചു പറഞ്ഞു. അത് പിന്നെ ഹരീനെ കാണാൻ കയറിയപ്പോഴത്തേക്ക് ഞാൻ സൈലന്റ് ആക്കിയിരുന്നു, കോള് വന്നത് അറിഞ്ഞില്ല. അല്ല, ഹരിക്ക് എങ്ങനെയുണ്ട് അച്ഛ? അത് പിന്നെ ഞാൻ വന്ന് നേരിട്ട് പറയാം. അല്ല, കെങ്ങേട്ടൻ എവിടെ എത്തിയപ്പോഴാണ് എന്നെ വിളിച്ചത്? അത് പിന്നെ ഒരു 1 hour എത്തുന്ന പറഞ്ഞത് അച്ഛാ. എന്നാ ശരി, നീ ഫോൺ കട്ട് ചെയ്തോ, ഞാൻ അങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശിവശങ്കര മേനോൻ ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും ശിവശങ്കര മേനോൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഗംഗാധരൻ എത്തി കേട്ടോ. ഗംഗാധരൻ കാറ് കൊണ്ടുവന്ന് ഇങ്ങനെ നിർത്തിയതും നമ്മുടെ മനു അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ മനുവിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ ഗംഗാധരൻ ചോദിച്ചു, ഓഹോ, ഞാനിവിടെ എത്തുന്ന നിനക്ക് ഇത്ര ഉറപ്പുണ്ടായിരുന്നോ? നീ കറക്റ്റ് ഇവിടെ ഇറങ്ങി നിന്നത്? അത് പിന്നെ ഇവിടെ വല്യച്ഛ വരൂ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി എനിക്ക് ഉണ്ടായിരുന്നത്, എന്തിനാണെന്നും അറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കാത്തു നിന്നത്. അല്ല, വൈജ എന്തിയെ? കമല എന്തിയെ? രണ്ടുപേരും അകത്തുണ്ട്. അല്ല, പെട്ടെന്നെന്താ വല്യച്ഛ ഒരു വിസിറ്റ്? അങ്ങനെ പെട്ടെന്നൊരു യാത്ര പ്ലാൻ ചെയ്യുന്ന ആളല്ലല്ലോ. അത് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാന് ഉണ്ടടാ. പറയാം ഞാൻ കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അകത്തേക്ക് കയറിപ്പോയി ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ നമ്മുടെ ഗംഗാധര മേനോൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാര്യങ്ങളൊക്കെ പറയാൻ വന്നതാ നമ്മുടെ ബാലചന്ദ്ര മേനോന്റെ. ഏതായാലും ഈ സമയത്ത് അവിടെ കമല ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ മനുവും ഉണ്ടായിരുന്നു, പിന്നെ നിരഞ്ജന ഉണ്ട് കേട്ടോ. അപ്പൊ നിരഞ്ജന ചായയൊക്കെ ആയിട്ട് വരികയാണ്.
നമ്മുടെ ഗംഗാധരന്റെ അടുത്തേക്ക്. അപ്പം ഗംഗാധരൻ ചോദിച്ചു, അല്ല ഇവിടുത്തെ കിച്ചൺ ഇവള് ഏറ്റെടുത്തോ? ഉം ഇവള് ഏറ്റെടുത്തോന്ന് ചോദിച്ചാല് അത് പിന്നെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ശരീരവേദന, കാലിനൊരു കട്ടുകഴുപ്പ്, രാവിലെ എണീക്കാനേ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണം വന്ന് കമല. അപ്പോഴത്തേക്ക് നിരഞ്ജന പറഞ്ഞു, ആ അതെ 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 അതെ, പ്രത്യേകിച്ച് വൈശാഖി വന്നതിന് ശേഷം ഭയങ്കര ക്ഷീണം അമ്മയ്ക്ക്. അപ്പൊ ഗംഗാധരൻ ചോദിച്ചു, അല്ല ശരിയാണോ കമലെ? വൈജയന്തി വന്നതിന് ശേഷമാണോ? ഓ പിന്നെ ദേ ഇവക്ക് സൂഹിക്കുന്നില്ല, ഞാനും വൈജയും ഒത്തൊരുമയോടുകൂടി ഇരിക്കുന്നത്, അതാ. ഓ പിന്നെ ദേ അല്ലെങ്കിലേ ദേ മനുവേട്ടനോട് ചോദിച്ചു നോക്കി ഏതാ സത്യം എന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ മനു പറഞ്ഞു, നോ കമന്റ്സ് നോ കമന്റ്സ്, എന്നോട് ആരും ഒന്നും ചോദിക്കേണ്ടെന്ന്. അപ്പൊ നിരഞ്ജന, എടാ ദുഷ്ട, എന്നെ നീ ഒഴിവാക്കിയല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ മനു ചിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ഗംഗാധരമേനോൻ ചോദിച്ചു, അല്ല വൈജയനെ കണ്ടില്ലല്ലോ, അവൾ എന്തിയെ? അത് പിന്നെ ഒരു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരാന്നറിയത്തില്ല, ഒഫീഷ്യലായിട്ട് എന്തോ ഒരു കോളാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗംഗാധരൻ ചോദിച്ചു, അല്ല ഹരിയുടെ കാര്യങ്ങളൊക്കെ എന്തായി കമലെ? ഓ എന്റെ പൊന്നു ഗംഗേട്ടാ, എന്റെ മോനെ കണ്ടിട്ട് എത്ര നാളായി. അവന്റെ കാര്യത്തിലെ ഒരു ശുഷ്കാന്തി ആർക്കുമില്ല. ഞാൻ നിർബന്ധിച്ചിട്ടാ എല്ലാരും വക്കീലിന്റെ അടുത്ത് വരെ ഒന്ന് പോകുന്നത്. ഓ പിന്നെ ദേ എന്റെ പൊന്നങ്കിളെ, കള്ളത്തരവാ പറയുന്നത്. ദേ അമ്മയോട് ഞങ്ങൾ പറഞ്ഞതാ, വാ ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഹരീനെ കാണുക എന്നൊക്കെ, ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഹരീനെ കാണുക എന്നൊക്കെ. എന്നിട്ട് അമ്മ വരില്ലല്ലോ. പിന്നെ എല്ലാ ഹിയറിങ്ങിനും ഞങ്ങൾ കോടതി പോകാറുണ്ട്. പിന്നെ ആ പെൺകുട്ടിയുടെ മൊഴി പോലെ ഇരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ കമൽ പറഞ്ഞു, എന്റെ പൊന്നു എങ്ങോട്ടെ ഞാൻ പോയി എങ്ങനെയാ അവനെ കാണുന്നത്? എനിക്കത് താങ്ങാൻ പറ്റത്തില്ല. ബാക്കി എല്ലാവർക്കും ജാമ്യവും കിട്ടി, എല്ലാവരും വീട്ടിൽ ഇരുന്ന് സുഖിക്കുമ്പം അവൻ മാത്രം ചെയ്യാത്ത തെറ്റിന്. അപ്പോഴത്തേക്ക് നമ്മുടെ മനു പറയാം, അതെ അമ്മയുടെ വിചാരം അവൻ ഇപ്പോഴും പേനയോ പെൻസിലോ അങ്ങാണ്ട് അടിച്ചു മാറ്റിയ കേസിനാ ജയിലിൽ പോയി കിടക്കുന്നതെന്നാ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും മനസ്സ് മാറ്റം ഉണ്ടോ, നന്നാകാൻ ഉദ്ദേശമുണ്ടോ എന്നൊന്നും അമ്മയ്ക്ക് കരുതണ്ട, അമ്മ അങ്ങനെയൊന്നും ചിന്തിക്കുന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു, നമുക്ക് നോക്കാം, എല്ലാം നല്ലതിനായിരിക്കും, സംഭവിക്കാൻ പോകുന്നതൊക്കെ നല്ലതിനായിരിക്കും, നമുക്ക് നോക്കാം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ വൈജയനെയാണ്. അപ്പൊ വൈജ നേരെ ഇവര് സംസാരിക്കുന്നതിന്റെ ഇടയിലേക്ക് കയറി വരുവല്ല, സംസാരിക്കുന്ന അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പൊ ഗംഗാധരൻ ചോദിച്ചു, അല്ല നിന്റെ ഒഫീഷ്യൽ കോളൊക്കെ കഴിഞ്ഞോ? അത് പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ നാളായല്ലോ ഞാന് വർക്കിന് കയറിയിട്ട്, തിരിച്ചു കയറണമല്ലോ, അപ്പം അതുവരെയുള്ള പെയിന്റിങ്ങും കാര്യങ്ങളും പിന്നെ തിരിച്ച് ജോലിയിലേക്ക് കയറുമ്പോൾ ഉള്ള കുറച്ച് പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ സംസാരിക്കായിരുന്നു. അല്ല ഗംഗേട്ടൻ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതൊരു വരവ്? അത് പിന്നെ എനിക്ക് എന്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ ആരോടൊക്കെ പെർമിഷൻ എടുക്കണം. ഇത് എത്രാമത്തെ ആളാ എന്നോട് ചോദിക്കുന്നതിന് അറിയാമോ? അയ്യോ ചോദിച്ചെന്നേ ഉള്ളൂ. അങ്ങനെ ഗംഗേട്ടൻ ട്രാവല് പ്ലാൻ ചെയ്യുന്ന ആളല്ലല്ലോ, അതുകൊണ്ടായിരിക്കും എല്ലാരും ചോദിച്ചത്. വീട്ടിലേക്കൊന്ന് വരണമെന്ന് തോന്നി, വന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ രഞ്ജുവിനോട് വൈജ പറഞ്ഞു, അതെ എനിക്കൂടെ ഒരു ചായ വേണം കേട്ടോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രഞ്ജു ചായ എടുക്കാൻ വേണ്ടി പോയി. ഈ ഒരു സമയത്ത് രോഹിത്തിന്റെയും ബബിതയുടെ ഒക്കെ കാര്യം ചോദിക്കുന്നുണ്ട് ഗംഗാധര മേനോൻ വൈജയോട്. അപ്പൊ വൈജ പറയുന്നുണ്ട്, എന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും അവർക്ക് ഇപ്പം ബാധകമല്ലല്ലോ. അലീന മതിയല്ലോ ഇപ്പം. ഇപ്പൊ ഊര് തെണ്ടാൻ വേണ്ടി പോയേക്ക, കണ്ട വീട്ടിലെ പോയി തിന്നാനൊന്നും ഒരു മടിയില്ല. അതിന് സമ്മതിച്ചു കൊടുക്കുന്ന അച്ഛനാണ് ഇപ്പൊ ഏറ്റവും വലിയ ആൾ അവരുടെ മുമ്പില്. അപ്പൊ ഗംഗാധരമേനോൻ എണീറ്റ് വൈജയുടെ അടുത്ത് വന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞു, എന്റെ പൊന്നു വൈജയ്, അവർക്ക് കേൾക്കാനുള്ളത് എന്താണെന്ന് നീ ഇടയ്ക്കൊന്ന് ചെവി കൊടുക്കുക, അവർക്ക് അവരുടേതായ റീസൺ കാണൂലോ. എന്താണ് റീസണ്? ഇത്രവും നാളെ ബാലചന്ദ്രമേനോന്റെ സന്തതി അല്ലായിരുന്നു അലീന? ആ കള്ളം കഴിഞ്ഞ ദിവസത്തോടുകൂടി പൊളിഞ്ഞു. ഇപ്പൊ എന്ത് റീസൺ എല്ലാവർക്കും പറയാനുള്ളത്? അല്ല നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നല്ലോ, അയാളുടെ കൂടെ നിന്ന് എന്നെ വിധിക്കാനും അവിടെ കൊണ്ടുപോയി നല്ല നടപ്പിന് ശിക്ഷിക്കാനും ഒക്കെ. എന്നിട്ട് എന്താ പറ്റിയത്? ഇനി എന്ത് പറഞ്ഞ് ഗംഗേട്ടൻ അയാളെ സപ്പോർട്ട് ചെയ്യും അത് പറ. ഗംഗേട്ടൻ പൊട്ടൻ കളിക്കുമൊന്നും വേണ്ട. അലീന ബാലചന്ദ്രന്റെ മോൾ അല്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പിന്നെ ആരാ അലീന? അലീന അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണല്ലോ. പിന്നെ അലീന തന്നെ എല്ലാരോടും പറഞ്ഞത് ഞാന് ബാലചന്ദ്രന്റെ മകളല്ല എന്ന്. നിങ്ങൾക്ക് ഇതിനകത്തുള്ള അറിവുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മനു പറഞ്ഞു, ആന്റി ചുമ്മാ കാടടച്ച് വീട് വെക്കരുത് കേട്ടോ. ഇതിപ്പോ ഞങ്ങൾ ഏതാണ്ട് കള്ളത്തരം ആന്റിയോട് കാണിച്ച പോലെയാണല്ലോ ആന്റി പറയുന്നത്. അങ്കിള് പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വൈജ പറഞ്ഞു, അതെ മനു, നിന്നോട് എനിക്കൊന്നും പറയാനില്ല, നിന്നോട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതെ ഞാന് ഗംഗേട്ടനോടാ സംസാരിച്ചത്. അപ്പം കമൽ പറഞ്ഞു, എന്താ മനു നീ ഇവര് സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിക്കുന്നത്?
ഓ പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ നേരത്തെ എനിക്കൊന്നും സംസാരിക്കാനില്ലെന്ന്, ഞാൻ അങ്ങ് പൊക്കോളാം, നോ കമന്റ്സ് എന്ന് പറഞ്ഞിട്ട് മനു ദേഷ്യം വന്നിട്ട് പോയി. ഗംഗാധരൻ നിൽക്കാൻ പറഞ്ഞിട്ട് ഗംഗാധരൻ പറഞ്ഞു മനു നിൽക്കെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു നിന്നില്ല കേട്ടോ. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തിനാ ഇപ്പം അവനെ പറഞ്ഞു വിട്ടത്? പാവം അവൻ പിണങ്ങി പോയില്ലേ. അപ്പോഴത്തേക്ക് വൈദ്യ പറഞ്ഞു, ഹോ പിന്നെ ബാലചന്ദ്രന്റെ അലീനയുടെയും കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അവനൊരു പിണക്കമാണല്ലോ അല്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗംഗാധരൻ ഞാനിപ്പം വരാം എന്ന് പറഞ്ഞ് മനുവിന്റെ അടുത്തേക്ക് പോയിട്ടോ. ഈ ഒരു സമയത്ത് കമലയും വൈജയും അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കമല പറഞ്ഞു, നമ്മളെ കുറ്റം പറയാനും കള്ളത്തരം കാണിക്കാനും ഈ വീട്ടിലെ ആണുങ്ങൾക്കൊരു പ്രത്യേക ഒത്തൊരുമയാ. അപ്പൊ വൈജ പറഞ്ഞു, സത്യ ഇപ്പം ഗംഗേട്ട മുങ്ങിയതാണെന്നും എനിക്ക് മനസ്സിലായി കമലടത്തി. എന്റെ ആങ്ങളമാര് തന്നെയാണോ ഇതൊക്കെയെന്നാ എനിക്കിപ്പോ സംശയം. അതെ അതെ എന്ന് നമ്മുടെ കമലയും. അപ്പൊ രണ്ടുപേരും അങ്ങോട്ട് സെറ്റ് ആയിട്ടോ. എന്തേലും പരദൂഷണം എന്ന് പറയും കൊതിയും പറയാൻ രണ്ടുപേരും അങ്ങ് സെറ്റ് ആവുകയും ചെയ്യും. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുത്തശ്ശീനെയാണ്. അപ്പൊ മുത്തശ്ശി ഇങ്ങനെ കിടക്കുക. അപ്പൊ മുത്തശ്ശി ഇനി എല്ലാ പ്രാവശ്യവും വരുമ്പോ ഒരു കാണലുണ്ടല്ലോ നമ്മുടെ ഗംഗാധര മേനോൻ. അങ്ങനെ വാതിൽ തുറന്നിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് നമ്മുടെ ഗംഗാധര മേനോൻ കയറി വന്നു. അങ്ങനെ നമ്മുടെ ഗംഗാധര മേനോൻ അമ്മയെന്ന് വിളിച്ചപ്പോഴത്തേക്ക് പതുക്കെ കണ്ണു തുറന്നു. ആ നീ വന്നെന്ന് എനിക്ക് മനസ്സിലായി, നിന്റെ സ്വരം ഞാൻ കേട്ടായിരുന്നു. അല്ല അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? ആ ശിവന് ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല, തട്ടിമുട്ടി അങ്ങ് പോകുന്നു. അല്ല ശിവനില്ലെങ്കിൽ എന്താ കുഴപ്പം? ഓ കുഴപ്പം എന്താണെന്നോ? പിന്നെ കമലയുടെ പട്ടാള ഭരണമല്ലേ? ഓ തരുന്നത് തിന്ന് വായടച്ച് മിണ്ടാതെ ഇരിക്കുക, ദിവസം മുഴുവൻ കിടന്നുറങ്ങുക. ഇത് തന്നെ. ഓ പട്ടാള ചിട്ടേനെ കുറ്റം പറയില്ല, പട്ടാളത്തിൽ ഇങ്ങനെയൊന്നുമില്ല, ഡിസിപ്ലിൻ ഉണ്ടെന്നേ ഉള്ളൂ. ഓർഡർ അനുസരിച്ച് കാര്യങ്ങൾ നടക്കണം. പിന്നെ പട്ടാള ചിട്ട എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഓ ഇവിടെ ഇതുവരെ കമലയുടെ ഓർഡർ ആയിരുന്നു, ഇപ്പൊ കുറച്ച് മാറ്റമുണ്ട്. ശിവൻ ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ല കേട്ടോ, നല്ല മാറ്റം വന്നിട്ടുണ്ട്. വേണ്ടി വന്നാൽ കമലയെ നിലയ്ക്ക് നിർത്താനുള്ള തൻ്റെ ഇടമൊക്കെ ആയി. അല്ല അതെങ്ങനെയാ അമ്മ സംഭവിച്ചത്? അണമുട്ടിയെ ചേരയും തിരിഞ്ഞു കടിക്കുന്നല്ലേ പഴമൊഴി. അല്ല ഇപ്പം ഹരിയെ കാണാനേ സബ് ജയിലേക്ക് പോയതാണെന്നാ മനു പറഞ്ഞത്. ശിവനെ, അല്ല നീ എന്താ മോനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വരവ്? നീ വരുന്ന കാര്യം ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. ഓ ഞാൻ ആരെ അറിയിച്ചില്ലമ്മേ, എന്നോട് ആര് ചോദിക്കാൻ ആര് പറയാൻ, എനിക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്ന് തോന്നി ഞാൻ വന്നു. ഏയ് ചുമ്മാതെ നീ ഇങ്ങോട്ട് വരത്തില്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ മോനെ? നീ ഇങ്ങോട്ട് ഇരിക്കലാ നിൽക്കാതെ, ഇന്ന് കട്ടിലിന്റെ സൈഡിലേക്ക് ഇരിക്കുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശിവശങ്കര മേനോൻ അല്ലല്ലോ, സോറി ഗംഗാധര മേനോൻ ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, അത് പിന്നെ സീരിയസ് ആയ ഒരു കാര്യമുണ്ട് അമ്മേ, എന്നെ ബാലചന്ദ്ര മേനോൻ കാണാൻ വന്നിരുന്നു. അലീന കടപ്പാട്ടൂരിൽ നിന്ന് പോകുവാണെന്ന് പറഞ്ഞു. അവളുടെ കാര്യത്തിന് ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ട് നീ എന്നാ പറഞ്ഞു? ഓ ഞാൻ എന്ത് പറയാനാ, ബാലചന്ദ്രന്റെ ഉദ്ദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല, വേറെയാ. പഴയ സ്റ്റാൻലി ജോസഫ് എന്റെ കീഴിൽ വർക്ക് ചെയ്തിരുന്ന ആള് ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? ആ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ദേ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട്. അതെ, പക്ഷെ എനിക്ക് കാണാൻ പറ്റിയില്ല മോനെ. ഞാനന്ന് വൈജയുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് ശങ്കുണ്ണിയേട്ടന്റെ വീട്ടിലേക്ക് പോയേക്കല്ലായിരുന്നോ ശാസ്തമംഗലത്ത്. ബാലേന്ദ്രൻ ഇപ്പം സ്റ്റാൻലി ജോസഫിനെ തെരഞ്ഞു നടക്കുകയാണ്. എൻ്റെ അടുത്ത് വന്ന് കൊട്ടാരമറ്റത്തിൽ ആ അഡ്രസ്സൊക്കെ മേടിച്ചോണ്ട് പോയി. അതൊക്കെ എന്നത്തിനാ നീ കൊടുത്തത്? നീ കൊടുത്തോ? കൊടുത്തു. കൊടുക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അയാൾ വഴക്കുണ്ടാക്കും. പിന്നെ പറയാൻ പാടില്ലാത്തൊക്കെ വിളിച്ചും പറയും. എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? അയാളിപ്പോ സ്റ്റാൻലിയെ കാണാൻ വേണ്ടി പോയിക്ക പുനലൂർക്ക്. അല്ല സ്റ്റാൻലിയെ കണ്ടിട്ട് എന്നാത്തിനാ? അലീനെ അയാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട്. അലീനെ ഏൽപ്പിച്ചു കൊടുക്കാനോ? അലീനെ എന്തിനാ അയാളുടെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കുന്നേ എന്നിങ്ങനെ പറഞ്ഞത് പെട്ടെന്ന് മുത്തശ്ശിക്ക് തന്നെ ഏകദേശം ഒരു ഇത് വന്നു കേട്ടോ. അങ്ങനെ മുത്തശ്ശി പകുതിയും കൊണ്ട് അങ്ങ് നിർത്തി. അപ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധരമേനോൻ പറഞ്ഞു, അമ്മേ അയാളാണല്ലോ അവളുടെ അച്ഛൻ. അപ്പം പിന്നെ അയാളുടെ കയ്യിലല്ലാതെ വേറെ ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാനാ? ചെയ്തറിഞ്ഞാല് എങ്ങനെയായിരിക്കും പ്രതികരണം? അപ്പൊ നമ്മുടെ അമ്മ ചോദിച്ചു, അതായത് മുത്തശ്ശി ചോദിച്ചു, അല്ല ബാലചന്ദ്രമേനോൻ തന്നെ പറഞ്ഞെന്ന് വരും, ഇനിയിപ്പൊ പറഞ്ഞില്ല എന്ന് വെക്ക്. അലീന പോകുന്ന സ്ഥലം ഏതാണെന്ന് അയാളുടെ മക്കൾ അറിയാതിരിക്കുവോ? അവരിൽ നിന്ന് ഈ വൈജ അറിയാനുള്ള സാധ്യതയില്ലേ? അതും കൂടി ഒന്ന് ഓർത്തു നോക്കിക്കേ. അലീനെ എങ്ങോട്ടാണ് പറഞ്ഞയച്ചെന്ന് വൈജ അന്വേഷിക്കാതിരിക്കുവോ? അയ്യോ അവൾ എങ്ങനെയാണെങ്കിലും അറിയും, അത് ഉറപ്പാ. ഇനി എല്ലാ പഴുതും നമ്മൾ അടച്ചാലും ശരി, സ്റ്റാൻലി ഇത് രഹസ്യമായിട്ട് വെക്കുവോ? അയാൾക്ക് പഴയ വൈരാഗ്യം ഉണ്ടെങ്കിലോ മനസ്സില്, അയാൾ കേസിനും വഴക്കിലും ഇറങ്ങി തിരിച്ചാല് നമുക്കെല്ലാം അത് ദോഷമായിട്ട് വരും. അല്ല ബാലചന്ദ്രൻ പോയി സ്റ്റാൻലിനെ കണ്ടോ മോനെ? ഇന്നല്ലെങ്കിൽ നാളെ അയാളെ കാണും. അങ്ങോട്ടേക്ക് തന്നെയാ പോയേക്കുന്നത്. അവൻ നിന്റെ വീട്ടിൽ വന്നായിരുന്നോ?
എന്റെ വീട്ടിൽ വന്നില്ല. എന്നോട് ഭയങ്കര കലിപ്പാണല്ലോ. നമ്മളെല്ലാവരും കൂടി അവന് നമ്മളെല്ലാവരും കൂടി അവനെ ചതിച്ചു എന്നും പറഞ്ഞ് ഹോട്ടലിൽ വന്ന് മുറി എടുത്തിട്ട് അവൻ എന്നെ വിളിച്ചു വരുത്തി. എന്തിനാ മോനെ നീ അങ്ങോട്ടേക്ക് പോയത്? അവൻ വിളിച്ചപ്പം പോണ്ട കാര്യം ഉണ്ടായിരുന്നോ? പോകാതിരിക്കാൻ പറ്റുമോ? അവന്റെ കയ്യിലാണല്ലോ ആയുധം. ദേ എന്നോട് അവൻ സംസാരിക്കുന്ന ഭാഷ കേട്ടിട്ടില്ലല്ലോ. തൊലി ഉരിയും പച്ചയ്ക്ക്. അപ്പം ചീത്ത വിളിച്ചിട്ടുണ്ടോ അവൻ? ചീത്ത വിളിച്ചാലും തല്ലിയാലും സമാധാനം ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ അപ്പുറത്തുള്ള ഭാഷ അവൻ സംസാരിക്കുന്നത്. അമ്മയോട് പോലും ഒന്ന് അമ്മയോട് പോലും പറയാൻ കൊള്ളത്തില്ല. അല്ല, നീ പോയി നിന്റെ പണി നോക്കടാന്ന് പറഞ്ഞാല് അവൻ എന്നാ ചെയ്യാനാ? എന്നോടൊന്നും ചെയ്യത്തില്ല. അവൻ നേരെ വന്ന് കുടുംബയോഗം വിളിച്ചു കൂട്ടിയിട്ട് അവനെല്ലാം വിളിച്ചു പറയും. വൈജ ആരാണെന്നും അലീന ആരാണെന്നും സ്റ്റാൻലി ആരാണെന്നും ഒക്കെ. പിന്നെ എല്ലാം അവരോട് കൊട്ടിഘോഷിച്ചിട്ട് ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഷോ, ഇനിയിപ്പം എന്ത് ചെയ്യും? ഇതിന്ന് തലയൂരാന് ഒരു വഴിയില്ല മോനെ. ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. വൈജ കടപ്പാട്ടൂരൊക്കെ തിരിച്ചു പോവുക. അലീനയെ കടപ്പാട്ടൂര് തന്നെ പിടിച്ചു നിൽക്കുക. അത് നടക്കില്ല മോനെ, നടക്കത്തില്ല. ഞാൻ ആവുന്നതിലും പറഞ്ഞു നോക്കി. പക്ഷെ ആ വൈജ ഇഞ്ചിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം. ഇന്നല്ലെങ്കിൽ നാളെ സ്റ്റാൻലിയെ കാണും നമ്മുടെ ബാലചന്ദ്രൻ. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനുവേണ്ടി മാത്ര ഞാന് അതിരാവിലെ ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ച് ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുന്നത്. മോനെ, ഇതിപ്പോ വല്ലാത്ത കഷ്ടമായി പോയല്ലോ. അല്ല, നീ തന്നെ വൈജിയോടൊന്ന് സംസാരിച്ചു നോക്ക്. നിന്നെ അവക്ക് ഇച്ചിരിയെങ്കിലും പേടിയുള്ളൂ. ഞാൻ അവളോട് സംസാരിച്ച ചിലപ്പോൾ ആട്ടിക്കൊടുത്തെന്നിരിക്കും. അതുകൊണ്ടാ ഇനി ശിവനും കൂടി വന്നിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചത്. അല്ല, അലീന ഇവിടെ വന്നപ്പോ ഞാൻ അലീനയോട് പറഞ്ഞതാ, പോകല്ലേ കുഞ്ഞെന്ന്. അവളാണെങ്കിൽ ആ പിള്ളേരെല്ലാം മെരുക്കിയെടുത്ത് ചിറകിന് കീഴെ കൊണ്ടു നടക്കുന്നത് പോലെ നല്ലതുപോലെയാ കൊണ്ടു നടന്ന് വഴി നടത്തുന്നത്. അവക്ക് ഒട്ടും മനസ്സുണ്ടായിട്ടല്ല പോകുന്നത്. വൈജയുടെ ഒരു ഒറ്റ വാശി കാരണമാ പോകുന്നത്. കുത്തിത്തിരിപ്പും കുശുമ്പും വൈരാഗ്യവും അസൂയവും. അവള് ഇതിനെല്ലാം അനുഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളു എന്റെ പൊന്നും മോനെ. ചിലപ്പോ ഞാൻ ഓർക്കും അമ്മേ, എല്ലാം അങ്ങ് പൊട്ടിച്ചാലോ എന്ന്. എന്നെങ്കിലും ഒരു ദിവസം അറിയാനുള്ളതല്ലേ. പക്ഷെ വൈജ, അവളുടെ സ്വഭാവം, അവൾ ആരുടെ മുമ്പിൽ ചെറുതായി പോകും. സ്വന്തം മക്കളുടെ മുമ്പിൽ ചെറുതായി പോകും. പിന്നെ അവൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അവളുടെ സ്വഭാവത്തിന് അവൾ വല്ല കടുങ്കയും. അയ്യോ, വേണ്ട മോനെ, വേണ്ട. നീയായിട്ട് ഒന്നും പറയണ്ട, നമ്മളായിട്ട് ഒന്നും തകർക്കണ്ട. പോകുന്നിടത്തോളം അങ്ങ് പോകട്ടെ. അതുപോലെ നമുക്കും ഇങ്ങനെ തന്നെ നിൽക്കാം. അല്ലാതിപ്പോ എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞ് രണ്ടുപേരും വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. എന്ത് ചെയ്യാനാണ്? ഓരോന്ന് കുടുംബത്തിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കുന്നവർക്കും അതുപോലെ തന്നെ ബാക്കിയുള്ളവർക്കും അല്ലെ സമാധാനക്കേട്. ഈ സമയത്ത് നമ്മുടെ മനുവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഗംഗാധര മേനോൻ. അങ്ങനെ ഗംഗാധര മേനോൻ മനുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല, ഇതുവരെ അലീന ആരാണെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങൾക്കൊന്നും അറിയില്ലല്ലേ? ബബിതയ്ക്കോ രോഹിത്തിനോ ഒന്നും. കൃഷ്ണയ്ക്ക് മാത്രം അറിയാം, വേറെ ആർക്കും അറിയത്തില്ല. അല്ല, ഇവിടെ എന്നായിരുന്നു റിയാക്ഷൻ? ബാലചന്ദ്രന്റെ മകളല്ല അലീന എന്ന് അറിഞ്ഞപ്പം എന്ത് റിയാക്ഷനാ. നല്ലൊരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടായിരുന്നു. അതാണ് കുറച്ചു നേരം മുമ്പ് കണ്ടില്ലേ അങ്കിള്, അതൊക്കെ തന്നെയാ ഇവിടെ സംഭവിച്ചിരുന്നെന്ന് പറയാം. ഈ ഒരു സമയമാണ് നമ്മുടെ ഗംഗാധര മേനോന്റെ അടുത്തേക്ക് ശിവശങ്കര മേനോൻ വരികയാണ് കേട്ടോ. അങ്ങനെ ശിവശങ്കര മേനോനും ആകെപ്പാടെ തലയ്ക്ക് ചൂട് പിടിച്ച് നടക്കുക, മകന്റെ കാര്യം ഒരു സൈഡില്. അങ്ങനെ ഗംഗാധര മേനോൻ വന്ന ഉടനെ തന്നെ പറഞ്ഞു, അതെ, എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് ഫോണിൽ കൂടെ സംസാരിച്ചാൽ ശരിയാവില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാ വിളിക്കാനും പറയാനും ഒന്നും നിൽക്കാതെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അത് പിന്നെ ഞാനൊന്നും ചോദിച്ചില്ലല്ലോ ഗംഗേട്ട. അല്ല, നീ ചോദിക്കൂലോ, എപ്പോ വന്നു, എന്തിനു വന്നു, എന്തിനാ വിളിക്കാതെയും പറയാതെയും വന്നു എന്നൊക്കെ. ഇപ്പം ഒരുപാട് ചോദ്യങ്ങൾ കേട്ട് മടുത്ത് ഞാൻ. അതുകൊണ്ട് ആദ്യം തന്നെ പറയുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അല്ല, എന്നൂറ്റി ഗംഗേട്ട വലിയ പ്രശ്നമാണോ? പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ പ്രശ്നമാണടാ, വലിയ പ്രശ്നം തന്നെയാണ്. എനിക്ക് വയ്യ, തലയ്ക്ക് ചൂട് പിടിച്ച് നടക്കുകയാണ്. ഇച്ചിരി പ്രശ്നം കൂടുതലാണെന്ന്. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പൊ അടുത്ത വിശേഷമായിട്ട് വരാം. ടാറ്റ, ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.